ശ്രീ എം കെ ഹരിദാസ്, ഈ ശശി തരൂർ ഇതാദ്യമായിട്ടല്ല പാർട്ടിയുടെ അതിർവരമ്പ് വിട്ട് പുകഴ്ത്തലുകൾ നടത്തുന്നത്. ചിലപ്പോൾ BJPയെ പുകഴ്ത്തും, നരേന്ദ്രമോദിയെ പുകഴ്ത്തും, ചിലപ്പോൾ CPMനെ ചേർത്ത് പിടിക്കും. ഇപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. ഇത് രാഷ്ട്രീയ അസ്ഥിരതയാണോ അതോ ശരിയെന്ന് കണ്ടാൽ തുറന്നു പറയുന്ന നല്ല രാഷ്ട്രീയമാണോ? ഒരു നപുസക രാഷ്ട്രീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാർട്ടിയുടെ വോട്ട് മേടിച്ചിട്ട് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് ലോകസഭാംഗമായിട്ടുള്ള ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ തരം മാറിയിട്ട് എതിർ പാർട്ടികൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷം എന്ത് ചെയ്താലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലും പ്രതിപക്ഷത്തിന്റെ ചുമതല അതിനെ എതിർക്കുക എന്നുള്ളതാണ്. അത് കേരളം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള കാര്യമാണ്. ഒരു 15 വയസ്സ് മുതൽ രാഷ്ട്രീയത്തെ വളരെയധികം താല്പര്യത്തോടു കൂടി കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു വാട്ടർ ടാങ്ക് CPMന്റെ ഭരണകാലത്ത് ഒരു പഞ്ചായത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അവിടെയുള്ള കോൺഗ്രസിന്റെ അത് ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ട് എതിർക്കുക എന്നുള്ളതൊരു ശൈലിയാണ്. അത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൊട്ടിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അതെ. അപ്പൊ രാഷ്ട്രീയത്തിൽ അത് അത്തരത്തിലുള്ളൊരു കാര്യം നിലനിൽക്കെ പാർട്ടിയുടെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചിട്ട് അതും അദ്ദേഹത്തിന് ഇപ്രാവശ്യം സീറ്റ് കൊടുക്കുന്നതിൽ കോൺഗ്രസിന്റെ നേതൃത്വ നിരയിലുള്ള പലർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന് പാർട്ടി ആ സീറ്റ് കൊടുത്തിട്ട് തിരുവനന്തപുരം സീറ്റ് കൊടുത്തിട്ട് തർക്കമില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം പാർട്ടിയോട് ചേർന്ന് നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ അതിൽ അർത്ഥമാണുള്ളത്? ഓരോരുത്തരും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ, പാർട്ടി ജയിപ്പിക്കുന്ന ജനപ്രതിനിധികൾ പാർട്ടിയോടൊത്ത് നിൽക്കണം. പക്ഷെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പടലപ്പണക്കങ്ങളില്ലാത്തൊരു കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് 2021 പിണറായി വിജയൻ അധികാരത്തിൽ കയറിയിട്ടുള്ളത് പാരമ്പര്യ കോൺഗ്രസ് വോട്ടുകളുടെ ചോർച്ചയുണ്ടായിട്ടല്ല. നേതാക്കന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് CPMന് അനുകൂലമായിട്ട് വോട്ടാക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ശ്രമിച്ചതാണ് ഈ CPM അധികാരത്തിൽ കയറിയിരിക്കുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ ഒരു തുടർഭരണം കിട്ടത്തക്ക തോതിലുള്ള ഒരു നന്മയുള്ള ഭരണവുമല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാർ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം, കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനുള്ളിലെ പാരവെപ്പിലെ കോൺഗ്രസ്സുകാര് എതിർചേരിയിലേക്ക് വോട്ട് ചെയ്തത് കൊണ്ടാണെന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ ശ്രീ ജയരാജിനോട് 1-2 കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടിയിട്ട് എന്നെ കൃഷ്ണരാജ് സമ്മതിക്കണം. അതിൽ ഒന്ന്, താങ്കളൊക്കെ 10-15 വയസ്സ് കൂടുതലുള്ളത് കൊണ്ടാണ് പാർട്ടി ക്ലാസുകളിൽ പങ്കെടുത്തപ്പോൾ കേട്ടിരിക്കുന്ന സൂക്തം എന്താണെന്നറിയോ? വെസ്പ സ്കൂട്ടർ ഉള്ളവൻ പെറ്റി ബൂർഷയാണ്. വെസ്പ സ്കൂട്ടർ അതെങ്ങനെയാണ് ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ നിന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവിടെ റിട്ടയർ ആയിട്ട് നാട്ടിൽ വന്നിട്ട് ലോറിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നത് 2 ദിവസം ആ ലോറി പിടിച്ചിടേണ്ടി വന്ന നാട്ടില് 1981 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതിലൊരു വെസ്പ സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ ചിത്രീകരിച്ചത് അയാൾ പെറ്റി ബൂർഷയാണ്. ഒരു പാട്ട അംബാസഡർക്കാരുള്ളവൻ ബൂർഷയാണ്. ആ വെസ്പ സ്കൂട്ടർ ഉണ്ടായിരുന്നവൻ പെറ്റി ബൂർഷയും മറ്റവൻ ബൂർഷയുമായി മാറിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പിണറായി വിജയൻ 60 ലക്ഷം രൂപയുടെ കാറിൽ സഞ്ചരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് സഖാക്കളെ ബലി നൽകിക്കൊണ്ടുള്ള ഒരു സംഭവം, ഒരു സമരം നടത്തിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്നുള്ള ബോധമെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നോക്കി നോക്കൂ, ജനപ്രിയമായ ഒരു സർക്കാരിനെയാണ് ശശി തരൂർ ഇത്തരത്തിൽ പുകഴ്ത്തിപ്പാടിയതെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല സാർ. വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ കുറച്ച് വിവരങ്ങളാണ്. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീഴ്ച വന്നിട്ടുള്ള കാര്യം അങ്ങേക്ക് അറിയാം. അതുപോട്ടെ, ആശാവർക്കർമാർ സമരം ചെയ്യുന്ന കാര്യം അങ്ങേക്ക് അറിയാം. ജനകീയ ഹോട്ടൽ പ്രശ്നം അവർക്ക് കൊടുക്കാനുള്ളത് 22 കോടി രൂപയാണ് സാർ. അടുത്തത്, കുട്ടികളുടെ ഉച്ചഭക്ഷണം കൊടുത്ത അധ്യാപകർക്ക് കൊടുക്കാനുള്ളത് 12 കോടി രൂപയാണ് സാർ. ഇനി ഇതൊന്നും വേണ്ട സാർ, തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈയിടെ എന്നെ അങ്ങേയറ്റം ചിരിപ്പിച്ചതാണ്. 60 രൂപയാണ് തൊഴിലില്ലായ്മ വേതനമായിട്ട് ഇവിടെ കൊടുക്കുന്നത്. അത് 3 മാസത്തിൽ ഒരിക്കലാണ് അത്ര റിലീസ് ചെയ്യുന്നത്. ഇതില് ഏകദേശം 9 കോടി രൂപയോളം കുടിശ്ശികയാണ് സാർ. 60 രൂപ പ്രതിമാസം തൊഴിലില്ലായ്മ വേതനം. അത് തന്നെ തൊഴിലാളികളുടെ തൊഴിലന്വേഷകരെ അങ്ങേയറ്റം കരിവാരി തേക്കുന്ന ഏർപ്പാടാണ്. 60 രൂപയ്ക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് കിട്ടാത്ത ഈ നാട്ടിൽ 60 രൂപ കൊടുത്ത് അവരെ അപമാനിക്കുന്ന ആ പൈസ പോലും കുടിശ്ശിക വന്നിരിക്കുന്നു. തീർന്നില്ല സാർ. എയ്ഡ്സ് രോഗികൾക്ക് 1000 രൂപ അവർക്ക് വീട്ടിലിരുന്നിട്ട് അവരെ റിഹാബിലേഷൻ സെന്ററിൽ പാർപ്പിക്കാൻ പാടില്ലെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിബന്ധനകളിൽ പറയുന്നുണ്ട്. അവർക്ക് വീട്ടിലെ പുറമേയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് 1000 രൂപ കൊടുക്കുന്നുണ്ട്. ആ 1000 രൂപയിൽ 15 കോടി രൂപ അതിൽ കുടിശ്ശികയാണ് സാർ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കുടിശ്ശികയില്ലാതെ സാധാരണക്കാരന്റെ നിത്യജീവിതം ഉറപ്പുവരുത്തുന്ന വിധത്തിലെ എല്ലാവിധ കാര്യങ്ങളും ഭദ്രമായി ചെയ്യുന്ന ഒരു സർക്കാരിനെ ശശി തരൂർ
പുകഴ്ത്തിയെങ്കിൽ ആ പുകഴ്ത്തലിൽ ഞാനും പങ്കാളിയാകുമായിരുന്നു. കേവലം 260 സ്റ്റാർട്ടപ്പുകൾ 2 മിനിറ്റിനുള്ളിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇവിടുത്തെ 36% ദരിദ്രരും അതിദരിദ്രരും ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ഈ സംസ്ഥാനത്ത് അത്തരം ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മോദി സർക്കാരിനെ ആയാലും പിണറായി വിജയൻ സർക്കാരിനെ ആയാലും ശശി തരൂർ പുകഴ്ത്തിയത് കേരളത്തിലെ ജനങ്ങളോടുള്ള അങ്ങേയറ്റം ഇകഴ്ത്തലായിട്ടാണ് എന്നെ പോലുള്ളവർ കാണുന്നത്.